വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ ഒരു കാര്യമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. തനി നാടെന്ന് വെച്ചാൽ തനി നാടൻ, പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം. പണ്ടൊക്കെ ആണെങ്കിൽ ചീനിയും ചക്കയും ഒക്കെ ഉള്ള സമയങ്ങളാണെന്നല്ല. അന്നൊക്കെ കൂടുതലും ചീനിയൊക്കെ പുഴുങ്ങിയും ചക്കയൊക്കെ വേവിച്ചൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ചക്കപ്പുഴുക്കുണ്ടാക്കാം. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒക്കെ നമുക്കുണ്ടാക്കാം. വാ. അപ്പം നമുക്ക് ചക്കപ്പുഴുക്കുണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പാത്രത്തിനകത്താണ് എടുക്കുന്നത്. ചക്ക കഴുകി എടുക്കണം, പക്ഷേ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ തേങ്ങയും തിരുമ്മി ഈ പാലെടുക്കാനായിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പോയി കഴുകിയിട്ട് വരാം. കുറച്ച് എടുക്കുന്നോള് ഞാൻ തേങ്ങ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തേങ്ങാപ്പാലെടുക്കാം. ഇത്രയും മതി, അപ്പോഴത്തേനും അത് വെന്ത് കിട്ടും കേട്ടോ. കണ്ടല്ലേ, ഇനി അതൊന്ന് പിഴിഞ്ഞ് ഒന്ന് മാറ്റിയാൽ മതി. കൂട്ടത്തിൽ നമുക്ക് ഉപ്പ് ഇടണേ. കണ്ടല്ലേ, ഇങ്ങനെയാണ് പണ്ടുള്ള അമ്മച്ചിമാരുടെയൊക്കെ ആഹാരമാണിത്. അമ്മച്ചിമാരും വീട്ടുകാരൊക്കെ കഴിക്കുന്ന പണ്ടുള്ള ആൾക്കാരില്ലേ, ചീനിയും ചക്ക ഇതേപോലെ പുഴുങ്ങിയും ഒക്കെയാണ് കഴിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കും അതേപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മുടെ വീട്ടിലെ ചക്ക വെച്ച് ഞാൻ ചെയ്തത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ആൾക്കാർ ആ പഴയ വീഡിയോസൊന്നും കാണുന്നതേ ഇല്ല. പുതിയ ആൾക്കാർക്ക് എൻ്റെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതി ഇത് വേവാൻ. ഒന്ന് ഇളക്കി വെക്കണം, ഉപ്പിട്ടെ. 10 മിനിറ്റ് മതി, വെന്ത് കിട്ടും. വെള്ളവും വറ്റി വെന്ത് കിട്ടും. എന്നിട്ട് ഞാൻ കാണിക്കാം. റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഒന്നിട്ടേക്കാം. ഞാൻ ഇതൊന്നും വെച്ചിട്ട്, അതായത് അടപ്പൊന്നും അടച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ വേവിച്ച് തരും. ഇതാണ് നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാരുടെ ആഹാരം. ഇങ്ങനെയുണ്ട്. ചക്കയൊക്കെ കൂടുതലുള്ളപ്പോൾ ഇതേ കണക്കൊക്കെ വെച്ച് നോക്കുക കേട്ടോ. ഷുഗറുകാർക്കും കഴിക്കാം ഇത്. ഡോക്ടർമാർ പറയുന്നത് ഷുഗറുകാർക്ക് ചക്ക പുഴുക്ക് കഴിക്കാം, പക്ഷേ ചക്ക പഴുത്തത് വളരെ കുറച്ച് മാത്രം കഴിക്കുക. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വെച്ച് നോക്കുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, മോടെ വീട്ടിൽ നിന്നാണ് അതെടുത്തത്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ അതിന് ശേഷമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതല്ലേ അത്. നമ്മുടെ ചക്കയൊന്നും ആയിട്ടില്ല, 2 or 3 കണ്ട ചക്കയുള്ളൂ ഇപ്രാവശ്യം. അതൊന്നും ആയിട്ടില്ല, ആയി വരുന്നു. അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതേ കണക്ക് വെച്ച് നോക്കുക. ചക്ക സീസൺ ആകുമ്പോൾ വെച്ച് നോക്കാവുന്നൊരു ചക്ക അവിയൽ വെക്കാം, ചക്ക എരിശോരി വെക്കാം. ഞാൻ ചക്ക അവിയലും വെക്കും നാളെ. ഓക്കെ, ശരി, ബൈ, ഗുഡ് നൈറ്റ്.